ഇത്തവണ സമാധാന നൊബേലിലേക്കാണ് എല്ലാ കണ്ണുകളും. കാരണം മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വപ്നങ്ങളുടെ ഭ്രമണപഥത്തിൽ ഒരു നൊബേൽ ചുറ്റി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ബറാക് ഒബാമയ്ക്ക് കിട്ടിയപ്പോൾ മുതൽ തുടങ്ങിയ കൊതിയാണ് ഡൊണാൾഡ് ട്രംപിന്. സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപിക്കാൻ 3 ദിവസം മാത്രമാണ് ബാക്കി. പക്ഷേ ട്രംപിൻ്റെ ആ മോഹം ഏറെക്കുറെ അസ്തമിച്ച മട്ടാണിപ്പോൾ. ഇത്തവണ 338 നോമിനേഷനുകളാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി പരിഗണിക്കുന്നത്. 244 വ്യക്തികൾ, 94 സംഘടനകൾ. ഇതിൽ ഒരാൾ മാത്രമാണ് ഡൊണാൾഡ് ട്രംപ്. കംബോഡിയ, ഇസ്രയേൽ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളാണ് ട്രംപിൻ്റെ പേര് സമാധാനത്തിനുള്ള നൊബേലിനായി നിർദ്ദേശിച്ചത്. നോമിനേറ്റ് ചെയ്യേണ്ട അവസാന തീയതി ജനുവരി 31 ഇതിന് ശേഷമാണ് ഈ രാജ്യങ്ങൾ ട്രംപിൻ്റെ പേര് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അത് അപ്രസക്തമായി. 7 മാസത്തിനിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന് വീമ്പിളക്കുന്ന ട്രംപ് നൊബേൽ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഹമാസിനെ മെരുക്കാനുള്ള തിടുക്കത്തിലാണ്. ഈ തിടുക്കത്തിൻ്റെ പ്രധാന കാരണവും നൊബേൽ മോഹം തന്നെ. അവസാന നിമിഷവും ട്രംപ് പരിശ്രമിക്കുമ്പോഴും ട്രംപിന് നൊബേൽ സമ്മാനം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറയുന്ന കാരണങ്ങൾ പലതാണ്. ഹ്രസ്വകാല നയതന്ത്ര നേട്ടങ്ങൾക്കല്ല, സുസ്ഥിരവും ബഹുസ്വരവുമായ സമാധാന പരിശ്രമങ്ങൾക്കാണ് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി സമ്മാനം നൽകുന്നത്. ട്രംപിൻ്റെ ഇടപെടലുകൾക്ക് ഇതുവരെ ശാശ്വതമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു കാരണം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാൻ പലരും ആസൂത്രിത നീക്കങ്ങൾ മുൻപും നടത്തിയിട്ടുണ്ട്. എന്നാൽ ട്രംപിനെപ്പോലെ തീവ്രമായി മറ്റാരും ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പോലും ട്രംപ് വിമർശിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഒന്നും ചെയ്തില്ലെന്നും എല്ലാം ചെയ്തത് താനാണെന്നുമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ലോബിയിങ് പൊതുവെ വിപരീത ഫലമുണ്ടാക്കിയെന്ന നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ലീഡർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നൊബേൽ കമ്മിറ്റി സെക്രട്ടറി ക്രിസ്റ്റ്യൻബർഗ് ഹാർട്ട്വിക്കിൻ്റെ പ്രതികരണം ട്രംപിന് തിരിച്ചടിയാണ്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവാർഡ് നിർണയ സമിതിയുടെ തീരുമാനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. ഓരോ നോമിനേഷനിലെയും യോഗ്യതകൾ പരിഗണിച്ചാണ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നത്. ഇനിയുള്ള ചോദ്യം ട്രംപിനല്ലെങ്കിൽ ആ നൊബേൽ സമ്മാനം മറ്റാർക്കാണ് എന്നാണ്. 80ാം വാർഷികം ആഘോഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ നൽകിയാൽ അത് ട്രംപിനുള്ള മറുപടി കൂടിയാകും. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, ദ റെഡ് ക്രോസ്, അങ്ങനെ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനയ്ക്കോ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനത്തെയോ ഇതിന് തിരഞ്ഞെടുത്തേക്കാം. യുദ്ധമുഖത്ത് നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട വർഷം കൂടിയാണ് കടന്നുപോയത്. ആ മേഖലയെയും സമാധാന നൊബേലിന് പരിഗണിച്ചേക്കാമെന്നാണ് അഭ്യൂഹങ്ങൾ. ഇനി അധികം അറിയപ്പെടാത്ത ഏതെങ്കിലും രാഷ്ട്രത്തലവൻ നൊബേൽ സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയും സർപ്രൈസായി സജീവമാണ്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ സമാധാന സമിതികൾ, വെസ്റ്റ് ആഫ്രിക്ക നെറ്റ്വർക്ക് ഫോർ പീസ് ബിൽഡിംഗ്, ദാർഫർ എൽ ഫാഷറിലെ എൽഡേഴ്സ് ആൻഡ് മെഡിറ്റേഷൻ കമ്മിറ്റി, അങ്ങനെ സംഘർഷങ്ങളിൽ സഹായത്തിനായി ചർച്ച നടത്തുന്ന പ്രാദേശിക സമിതികൾക്കും ഇക്കുറി സമാധാനത്തിൻ്റെ നൊബേൽ ലഭിച്ചേക്കാം. എന്തായാലും പ്രതിരോധ വകുപ്പെന്ന പേര് മാറ്റി യുദ്ധവകുപ്പെന്നാക്കിയ ട്രംപിന് എങ്ങനെ നൊബേൽ നൽകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദിക്കുന്നവരോട് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ട്രംപ് അനുകൂലികൾ ഒരു മറുപടി കൊടുത്തേക്കാം. മറ്റൊന്നുമല്ല, ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നൊബേലിൻ്റെ പേരിലുള്ള പുരസ്കാരമല്ലേ ഇത് എന്നാവും ആ ചോദ്യം.